മോനിച്ച നീ എന്താ ഇവിടെ വായി നോക്കിക്കുന്നത്? അല്ല ഞാനിവിടെ ചുമ്മാ. നീ ഇന്ന് കളക്ഷന് പോയില്ലേ? അത് കഴിഞ്ഞപ്പോ എത്തിയുള്ളൂ. കെട്ടിടത്തിലുള്ളവരുടെ വാടക പിരിക്കേണ്ട നാളെ. അത് അവരോട് പറഞ്ഞോ? പിന്നെ അതവരോട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ കളക്ഷൻ എടുക്കാൻ പോയേ. ജോർജ് ചേട്ടാ, ദേ പുതിയ പോലീസ് സ്റ്റേഷന്റെ പണി നടക്കുക. ദേ നിക്കണോ എഞ്ചിനീയറാ. സ്കൂളിൽ പഠിക്കാൻ വിട്ട സമയത്ത് നേരെ ചൊവ്വേ പഠിച്ചിരുന്ന ഇതുപോലെ എഞ്ചിനീയറായി ടൈയും കെട്ടി നടക്കായിരുന്നു. പിന്നെ ഫസ്റ്റ് പാർട്ടിയാ പറയുന്നത്. ഞാൻ 10 വരെയെങ്കിലും പഠിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞ? അല്ല ഈ ടൈ കെട്ടാനായിട്ടേ എഞ്ചിനീയർ ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നീ ഓഫീസിലോട്ട് വാ, കണക്ക് നോക്കാനുണ്ട്. ഒരു ചായ. രഘു ഒരു ചായ. ശരി. അല്ല നമ്മളെ പണി തീരാൻ പറ്റിയ സമയം എടുക്കുവോ? 5-6 മാസം എടുക്കും. പെട്ടെന്ന് തീർത്താ അത്രയും ലാഭം. ജോർജുട്ടി വാ. ഇത് സോമൻ, പുതിയ പോലീസ് സ്റ്റേഷന്റെ കോൺട്രാക്ടറാ. ഞാൻ സബ് കോൺട്രാക്ടറാ. ഈ സിവിൽ വർക്കൊക്കെ എടുത്ത് ചെയ്യും. മെയിൻ കോൺട്രാക്ടർ വേറെ ആളാ. അല്ല എന്ത് ചെയ്യുന്നു? ഇത് ജോർജ് കുട്ടി. ഇവിടുത്തെ കേബിൾ TV മുഴുവൻ ഇപ്പൊ എന്റെയാ. അതാ ആ കാണുന്ന കെട്ടിടത്തിന്റെ മുകളിലാ അതിന്റെ ഓഫീസ്. അല്ല കെട്ടിടവും എന്റെ തന്നെയാ. അത് ശരി. ജോർജ് ചേട്ടാ, ചേച്ചി വിളിച്ചിരുന്നു. ഇന്നങ്ങോട്ട് ചെല്ലുന്നുണ്ടോ അതോ ഇവിടെ കിടക്കണോ? ഇവിടെ കിടക്കാന്ന് പറഞ്ഞു. ശരി എന്നാ. ഇവിടെ തന്നെയാണോ കിടക്കുന്നത്? ചില ദിവസങ്ങളിൽ ഇവിടെ കിടക്കും. ഓനൽപ്പം സിനിമാക്കാൻ പാടുള്ള കൂട്ടത്തിലാ. രാത്രിയിൽ ഇവിടെ ഇരുന്ന് സിനിമ കാണിച്ചാലാ ഓന്റെ പണി. അപ്പോ വീട്ടിൽ TV ഇല്ലേ? ഇക്ക ചുമ്മാ പറയാ. രാത്രി ഇവിടെ ആരെങ്കിലും വേണം. പ്രത്യേകിച്ചും മഴയുള്ള സമയത്ത് കറണ്ട് പോവുകയോ ലൈൻ കട്ടാകുകയോ ചെയ്ത ആൾക്കാർ വിളിക്കും. ഉത്തരവാദിത്തോടെ നമ്മൾ ആരെങ്കിലും ഇവിടെ വേണം. നല്ല സർവീസ് കൊടുത്തില്ലെങ്കിൽ ആ കാരണം പറഞ്ഞ ആൾക്കാർ കാശ് തരത്തില്ല. അത് ശരിയാ. ഓ മുഴുവൻ പറഞ്ഞില്ല. രാത്രി 11:30 1 ഇടയ്ക്ക് TV പോയാല് ഇവിടെയുള്ള ചെറുപ്പക്കാരും വയസ്സന്മാരും ഒക്കെ ഓറ്റ പാക്കറ്റ് കയറും. പിന്നെ പൂരായിട്ടുള്ള തെറിയാ. മിണ്ടായിരിക്ക. കാര്യങ്ങള് പറയട്ടേന്ന്. ഈ സമയത്തല്ലേ നമ്മുടെ പേത്തൻ TVയില് ഇക്കിളിപ്പെടുത്തുന്ന ചില കളികളൊക്കെ ഉള്ള കാര്യം. നമ്മുടെ നാട്ടുകാരെ കുറിച്ച് നമ്മൾ തന്നെ മോശം പറയാ. അതിനെന്ത് മോശാപ്പോ? നമ്മളെ നാട്ടുകാർ ചോരയും നീരുള്ളവരാണെന്ന് എല്ലാവരും അറിയട്ടേന്ന്. ശരി സോമ, നമുക്ക് പിന്നീട് വിശദമായിട്ട് പരിചയപ്പെടാം. ഞാൻ വീട്ടിൽ പോവാ. ഭയങ്കര തലവേദന. നീ ഇവിടെ നോക്കിക്കോണേ. ശരി. ആ പൊട്ടനൊന്നും മനസ്സിലായില്ല. ആ ബെഡ്റൂം സീൻ കഴിഞ്ഞല്ലേ? ആ പൊട്ടനെല്ലാം മനസ്സിലായി. ഇന്ന് എന്തായിരുന്നു സീൻ? പറയാം. അങ്ങനെ അങ്ങ് പോയാലോ? പറ, ഇന്ന് എന്തായിരുന്നു സീൻ? ബെഡ്റൂം സീനോ കുളി സീനോ? ബലാത്സംഗ സീൻ. മിക്കവാറും ഇന്നത് വേണ്ടി വരും. ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ആര് പറഞ്ഞ എനിക്ക് വയസ്സായെന്ന്? മനസ്സിലിപ്പോഴും ഞാനൊരു മധുര 17കാരനാണ്. അറിയാം. ജോർജുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ റാണി മോളെ. നമ്മുടെ ജീപ്പ് മാറ്റി ഒരു മാരുതി കാർ വാങ്ങാം. എന്താ ഞാൻ പറഞ്ഞത് പിടിച്ചില്ലേ? നിന്നെ പോലുള്ള ഭാര്യമാരുടെ സ്ഥിരം പരിപാടിയായത് ഭർത്താക്കന്മാരുടെ ബലഹീനത്തെ മുതലെടുക്കുക. ഞാൻ അങ്ങനെ ഒരു ഭർത്താവല്ല. ഞാനൊരു കോന്തനല്ല. എന്റെ വികാരങ്ങളെ കടിഞ്ഞാണ് ഇടാൻ എനിക്കറിയാം. പോയി പണി നോക്ക്. മാരുതി മാങ്ങാത്തൊലി. എന്നോടായി അഭ്യാസം.
മാരുതി എങ്കിൽ മാരുതി നീ വാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ജോർജൂട്ട? കാർ സെക്കൻഡ് ഹാൻഡ് പോരെ? പോരാ. ഈ പുതിയതിനൊക്കെ ഭയങ്കര വിലയാ. പോലെ പോലെ ദേ, എടി, അയ്യോ. എടി നീ ഇതെവിടാ? എത്ര പറഞ്ഞാലും അച്ഛൻ ഇന്നലെ രാത്രി വന്നോ? ആ ഇന്നലെ എന്താ രാത്രി വന്നേ? നീ മിണ്ടാതിരുന്ന് വേഗം കഴിച്ചിട്ട് വരുന്നോ? ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നേ? അച്ഛൻ വല്ലപ്പോഴല്ലേ രാത്രി വരാറുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛൻ ഇന്നലെ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്താ വന്നേ? ഞാനൊരു മാരുതി കാർ ബുക്ക് ചെയ്യാൻ വന്ന. നമ്മളൊരു മാരുതി കാർ വാങ്ങാൻ പോവാ. ആണോ അച്ഛാ? ആണോ? ആണാണ്. ആണേ. നമുക്ക് മാരുതി കാർ വാങ്ങണ്ട അച്ഛാ, നമുക്ക് ഓടി വാങ്ങാം. എന്നതാ? ഓടി. അതൊരു കാറാ അച്ഛാ, നല്ല സ്റ്റൈലൻ കാറാ. മാരുതിയെക്കാളും വില കുറവാ? എന്റെ അച്ഛ 10-40 ലക്ഷം വിലയുള്ളൊരു കാറാ അത്. അയ്യോ, അതെന്താ സ്വർണ്ണത്തെ ഉണ്ടാക്കിയിരിക്കുന്നു? ഇതിനെ വല്ലപ്പോഴും പത്രം കൈകൊണ്ട് തുറന്നോന്ന് പറയുന്നത്. പിന്നെ പത്രം വായിച്ച് ഈ ചാടിയെ കുറിച്ച് അറിഞ്ഞിട്ട് എനിക്ക് എന്താ ഗുണം? ചാടിയല്ല അച്ഛാ, ഓടി. നമുക്കെന്തായാലും ഗുണമില്ലല്ലോ, നമുക്ക് മാരുതി മതി. നമ്മൾ എന്നാ അച്ഛാ കാറ് വാങ്ങുന്നേ? വേഗം കഴിച്ചിട്ട് പോവാൻ നോക്കി. ഇന്നെന്താ കുളിക്കുന്നൊന്നുമില്ലേ? ഓ, ഇന്നൊരു ഉഷാറില്ല. അപ്പൊ ഇന്നെങ്ങനെ കമ്പോസ്റ്റ് കുഴി കുത്തും? ഇന്ന് അതിനുള്ള സ്റ്റാമിന ഇല്ല. എല്ലാ സ്റ്റാമിന ഇന്നലെ രാത്രി തീർന്നു. ആ, ഇന്നലെ രാത്രി ഒരുപാട് സൈക്കിൾ കിട്ടി, അങ്ങനെ എന്റെ സ്റ്റാമിന പോയത്. അമ്മേ, ഞാൻ ഇന്നലെ പറഞ്ഞ നേച്ചർ ക്ലബിന്റെ കാര്യം. വേണ്ടാന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അച്ഛാ, ഇത് കണ്ടോ? എന്തൊരു കഷ്ടവും നോക്കിയേ. എന്താ കാര്യം? നേച്ചർ ക്ലബിന്റെ ഒരു ക്യാമ്പ് തേക്കടിയിൽ അടുത്ത മാസം നടത്തുന്നുണ്ട്. കേരളത്തിലെ പല കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് 100ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുമുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 2 പേരാ സെലക്ട് ചെയ്ത്, അതിലൊന്ന് ഞാനാ. പിന്നെ നേച്ചർ ക്ലബ്ബിൽ പോയിട്ട് എന്ത് കിട്ടാനാ? ആ സമയത്ത് ഇവിടെ ഇരുന്ന് പുസ്തകത്തിലുള്ളത് എന്തേലും പഠിക്കും. അച്ഛാ, ഇത് കണ്ടോ? അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താൽ നിന്ന് കിട്ടുന്ന അറിവല്ല യഥാർത്ഥ അറിവ്. കോടിക്കണക്കിന് പട്ടിണിക്കാരുടെ, കുഷ്ഠരോഗികളുടെ, കൂട്ടിക്കൊടുപ്പുകാരുടെ, നിരക്ഷരരുടെ ഇന്ത്യ. ആ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുമ്പോൾ കിട്ടുന്ന പ്രായോഗിക അനുഭവങ്ങളാണ് യഥാർത്ഥ അറിവ്. നിന്നെ പോലെ 10ാം ക്ലാസ് തോറ്റ വിവരദോഷികൾക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അടിപൊളി അച്ഛാ. ശരി, സെൻസ് ഉള്ള നിങ്ങള് അവളെ ക്യാമ്പിന് വിട്ടോ. അതിന്റെ ഫീസായിട്ട് 1800 രൂപയും കൂടെ കൊടുത്തേക്ക്. എത്ര? അച്ഛാ, അല്ല, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ദേ, മോളെ? ഒരുമാതിരി വൃത്തികേട് കാണിക്കരുതേ. ശരി. നിങ്ങൾ ഇതുവരെ പോയില്ലേ? വേഗം പൊയ്ക്കോ, സമയത്തിന് സ്കൂളിലെത്തണ്ടേ. ദേ, പിള്ളേരുടെ മുമ്പിൽ വെച്ച് അതുമാതിരി തമാശ പറയരുത്. അഞ്ജുവിനെല്ലാം മനസ്സിലാവുന്ന പ്രായമായി. നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് ആ പ്രായത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഓ, പറച്ചില് കേട്ടാ തോന്നും ഇപ്പൊ കൊറേ അറിയാന്ന്.